Hello everyone, welcome back to Hariya's Kitchen Treats. I hope all are fine. The video like, share and subscribe ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നോക്കണേ, അപ്പോഴേ നിങ്ങൾക്ക് ഫുൾ പ്രൊസീജിയർ മനസ്സിലാവുള്ളൂ. ഇപ്പോൾ നമ്മൾ ലേഡീസ് ഫിംഗറിൻ്റെ ബെനിഫിറ്റ്സിലേക്ക് പോവാം. റെഡ്യൂസസ് risk of stroke, good for diabetes, uplifts nervous system functions, supports bone health, improves eyesight, rich in fiber, low in calories, supports heart health, relieves constipation, lowers high blood cholesterol, improves eyesight. Recipe start ചെയ്യാം. നമുക്ക് എത്ര ക്വാണ്ടിറ്റി വേണോ അത്ര ക്വാണ്ടിറ്റി നമ്മൾ ലേഡീസ് ഫിംഗർ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് 3-4 പ്രാവശ്യം വാഷ് ചെയ്തിട്ട് അതിൻ്റെ കട്ട് ചെയ്തിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ ഇതുപോലെ സ്ട്രിപ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലത്തെ കുരു ഒന്നും കളയേണ്ട ആവശ്യമില്ല, അത് തന്നെ പോയിക്കോളൂ. ഇപ്പോൾ നമ്മൾ ഒരു സെർവിങ് ബൗൾ എടുക്കുക. അതിൽ വന്നിട്ട് റെഡ് ചില്ലി പൗഡറാണ് ആഡ് ചെയ്തിട്ടുള്ളത്, കൊറിയൻഡർ പൗഡറാണ് ആഡ് ചെയ്തിട്ടുള്ളത്, ടേമറിക് പൗഡറാണ് ആഡ് ചെയ്തിട്ടുള്ളത്, സോൾട്ടാണ് ആഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ എത്ര ക്വാണ്ടിറ്റി ലേഡീസ് ഫിംഗർ എടുക്കുമോ അതിനനുസരിച്ച് നിങ്ങൾ മസാല ആഡ് ചെയ്യണം. ഇത് ജീരകപ്പൊടിയാണ് ആഡ് ചെയ്തിട്ടുള്ളത്, കോൺഫ്ലോർ ആണ് ആഡ് ചെയ്തിട്ടുള്ളത്, മൈദ ആണ് 1 സ്പൂൺ ആഡ് ചെയ്തിട്ടുള്ളത്, 1.5 സ്പൂൺ മൈദ ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കാം. ഈ പൊടികളൊക്കെ നിങ്ങൾ എത്ര ക്വാണ്ടിറ്റി എടുക്കണോ അതിനനുസരിച്ച് നിങ്ങൾ കൂട്ടോ കുറക്കോ ചെയ്യുക. ഇപ്പോൾ നമ്മൾ വെള്ളമാണ് ആഡ് ചെയ്തിട്ടുള്ളത്. വെള്ളം കുറച്ചായിട്ട് ആഡ് ചെയ്തിട്ട് നമുക്കൊരു പേസ്റ്റായിട്ട് മാറ്റാം, ഒരു ബാറ്ററായിട്ട് മാറ്റാം. ഇതുപോലെ നന്നായിട്ട് മിക്സ് ആക്കണേ. കുറച്ചും കൂടി വെള്ളം വേണമെങ്കിൽ ആഡ് ചെയ്തോളി, അത് ഡ്രൈ ആണെങ്കിൽ കുറച്ചും കൂടി വെള്ളം മിക്സ് ആക്കിയിട്ട് നമുക്കത് ഇതുപോലെ നല്ല തിക്കായിട്ട് വേണോ കൺസിസ്റ്റൻസി, ഇതുപോലെ നല്ല തിക്ക് കൺസിസ്റ്റൻസിയിൽ വേണോ ഈ മസാലേൻ്റെ പേസ്റ്റ്. ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു 150 grams ഓഫ് ലേഡീസ് ഫിംഗറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി വേണോ അത്ര ക്വാണ്ടിറ്റി എടുത്തോളേ. ഇപ്പോൾ നമുക്ക് നന്നായിട്ട് ഇതിനെ മാരിനേറ്റ് ചെയ്യാം. എന്നിട്ട് ഒരു 10 minutes റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി. ഇതുപോലെ നന്നായിട്ട് മസാല ഒക്കെ പിടിച്ചു കഴിഞ്ഞു. ഇപ്പോൾ നമുക്കൊരു പാൻ എടുക്കുക, കുക്കിംഗ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നല്ല ചൂടാവട്ടെ. നല്ല ചൂടായതിന് ശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്ക് നന്നായിട്ട് പൊരിക്കാനായിട്ട്. ഇതുപോലെ ഒന്നൊന്നായിട്ട് സെപ്പറേറ്റ് ആയിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ലോ ടു മീഡിയം ഫ്ലെയിം വെച്ചിട്ട് പെട്ടെന്ന് ഇട്ട് കൊടുക്കണേ, സെപ്പറേറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കണേ. ഇതാ നമ്മളുടെ ലേഡീസ് ഫിംഗർ ഫ്രൈ വന്നിട്ട് നന്നായിട്ട് ഫ്രൈ ആവാൻ തുടങ്ങി. എണ്ണയിലൊക്കെ നല്ല ബബിൾസ് എല്ലാം വരാൻ തുടങ്ങി. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് തിരിച്ചു മറിച്ചു ഇട്ട് കൊടുക്കണേ. ഇതായിപ്പോൾ നമ്മളുടെ എണ്ണ വന്നിട്ട് നന്നായിട്ട് ബോയിൽ ആവാൻ തുടങ്ങി. തിരിച്ചു മറിച്ചു 3-4 പ്രാവശ്യം നമുക്ക് തിരിച്ചു മറിച്ചു ഇട്ട് കൊടുക്കണേ. ഇത് ക്രിസ്പി ആയതിനു ശേഷം നമുക്ക് പ്ലേറ്റിൽ കോരി മാറ്റാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. റൈസിൻ്റെ കൂടെ കഴിക്കുക, ഈവനിങ് സ്നാക്സ് ആയിട്ട് കൊടുക്കുക കുട്ടികൾക്ക്, പിന്നെ സ്റ്റാർട്ടറായിട്ട് വയ്ക്കുക, ഏതെങ്കിലും ഒരു ചെറിയ ഫങ്ഷൻസിലൊക്കെ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. ഇത് കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്, വളരെ ടേസ്റ്റിയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.